വാട്സാപ്പിലെ പുതിയ ഫീച്ചറായിട്ടുള്ള ക്യാമറ ഓപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ക്യാമറയിൽ അനവധി ഫീച്ചേഴ്സാണ് വാട്സാപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ആർക്കാണ് അയക്കാനുള്ളത് അവരെ നമ്മൾ സെലക്ട് ചെയ്ത് അതിനകത്തുള്ള ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് തൊട്ടടുത്തായി ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ സാധാരണ ക്യാമറ ഓപ്ഷന് പുറകെ എഫക്ട്സ്, ഫിൽറ്റേഴ്സ്, ബാക്ക്ഗ്രൗണ്ട്സ്, ഇങ്ങനെ പല പല ഓപ്ഷൻസ് കാണും. അപ്പോൾ നമുക്കിതിൽ എഫക്റ്റ് കൊടുക്കണം. നമ്മൾ എഫക്റ്റിങ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ എഫക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലുള്ള എഫക്റ്റുകൾ വരും. തുടർന്ന് നമുക്ക് പല പല എഫക്റ്റുകൾ ഇവിടെ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ എഫക്റ്റുകൾ ഇങ്ങനെ നമുക്ക് മാറ്റുന്നതിനൊക്കെ സാധിക്കുന്നതാണ്. വെറൈറ്റി ആയിട്ടുള്ള എഫക്റ്റുകൾ നോക്കാം കണ്ടോ. ഇതുപോലുള്ള എഫക്റ്റുകൾ കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ നമുക്ക് ഫിൽറ്ററുകൾ, പലതരത്തിൽ ഫിൽറ്ററുകൾ ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് മാറ്റുന്നതിനുള്ള ഓപ്ഷൻ, ഇപ്പുറത്തായി ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ തന്നെ മാറ്റിക്കളയുന്ന രീതിയിലുള്ള ഓപ്ഷൻസാണ് ഇവിടെ നിന്ന് കണ്ടോ. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി സൂപ്പറായി എഡിറ്റ് ചെയ്ത് നമുക്ക് അയക്കുന്ന ഫീച്ചറാണ്. നിങ്ങളുടെ വാട്സാപ്പിൽ ഇത് ഉണ്ടോ എന്നൊന്ന് നോക്കുക. നോക്കിയിട്ട് ആ ക്യാമറ ചാറ്റിൽ കയറി ആർക്കാണോ അയക്കേണ്ടത് അവരെ സെലക്ട് ചെയ്ത് അവർക്ക് ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കുന്നതിനായി സാധിക്കും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയും നാളെ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. നമ്മളപ്പോൾ ഇങ്ങനെ ക്യാമറയൊക്കെ സെലക്ട് ചെയ്ത് ഈ ഫിൽറ്ററൊക്കെ എടുത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് നമ്മളിപ്പോൾ ഒരാളിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അയക്കുമെന്നും കൂടെ അറിയണ്ടേ. അയക്കാൻ വേറെ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് കൊണ്ട് വയ്ക്കുക. പച്ചനിശം ആ അതേ സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സെറ്റായി. സെറ്റായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് അയക്കേണ്ടത് അവർക്ക് അവിടെ സെൻഡ് ആയി കഴിഞ്ഞു.